സാധനം കിട്ടിയില്ല നമുക്ക് സാധനം ആവശ്യമുള്ള ഓർഡർ ചെയ്യണേ. അപ്പൊ ഈ പെങ്ങളൂട്ടി പിടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആങ്ങളെ തന്നെ കയറി കീറി കളഞ്ഞേനായിട്ടോ. അപ്പൊ ആ പെങ്ങളൂട്ടി പിടിച്ച കാരണം കൊണ്ടാണ് ഈ ആങ്ങളെ അകത്തോട്ട് കയറി പോയത്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോ മൂക്കിലെ കയറ്റി കളഞ്ഞേനെ. പെങ്ങളൂട്ടി ലോഗോ ടൈപ്പാണ്. കാരണം പെങ്ങളൂട്ടി വീഡിയോ ഒരെണ്ണം അപ്ലോഡ് ചെയ്തപ്പോ തന്നെ മര്യാദയ്ക്ക് വീഡിയോ ഡിലീറ്റ് ആയി കളഞ്ഞു. അല്ലെങ്കിൽ നിനക്ക് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മെസ്സേജ് കിട്ടുന്നുണ്ട്. ഭീഷണി മുടക്കിക്കൊണ്ടുള്ള മെസ്സേജ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പെങ്ങളൂട്ടിയുടെ വക. നമ്മൾ വിളിച്ചപ്പോ ഇവിടെ നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ നാളെ കൊണ്ടുതരുന്ന പറഞ്ഞപ്പോ ക്യാൻസൽ കളഞ്ഞാണ്. ഒരു ഡെലിവറി ബോയ് ഉണ്ട് അവിടെ. ഞാൻ പറയുന്നില്ല ദൈവമേ. അല്ല ഇത് ചേട്ടാ ഇതിവിടെ വന്നിടക്കാം അവർക്ക് കച്ചവടം. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ സാധനം നമ്മൾ ഓർഡർ ചെയ്യും. പക്ഷെ സാധനം ഒന്നും നമ്മുടെ വീട്ടിലോട്ട് വരത്തില്ല. എല്ലാം സംഭവം ക്യാൻസൽ ആയി കളയും. ക്യാൻസൽ ആയി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ട് ഒരു ഇത്ര ഡിസ്റ്റൻസിൽ നമുക്ക് ഒരു ഏകദേശം ഡേറ്റ് അതിനകത്ത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. ബുക്ക് ചെയ്തവർക്ക് അത് അറിയാൻ പറ്റും. നമ്മളിത് ബുക്ക് ചെയ്ത് നമ്മൾ ആ ഡേറ്റിന് ആ ഡെലിവറി ആവുന്ന ഡേറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സംഭവം ഇവിടെ എത്തിയിട്ടുണ്ടാവും. എത്തിയിട്ട് കഴിയുമ്പോൾ അവർ വിളിച്ചിട്ട് പറയും നമുക്ക് ഇന്നത്തേക്ക് ഡെലിവറി ഉണ്ടാവില്ല, നമുക്ക് അടുത്ത ദിവസത്തേക്ക് ആവുള്ളൂ എന്നൊക്കെ വിളിച്ചിട്ട് പറയും. ചിലപ്പോൾ വിളിച്ചു പോലും പറയൂല. അവർ വിളിച്ച് പറയാതെ തന്നെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് മാക്സിമം എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സ്റ്റെൻഡ്. ഇവർ ഒരു തവണ നമ്മളെ ഇങ്ങോട്ട് കോൾ ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്തോളണം. എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് അവർ നമ്മളെ കോൾ ചെയ്യൂല. ഇനി ഒരു തവണ നമ്മളെ കോൾ ചെന്നിരിക്കുക. ഇനി നമ്മൾ എടുത്തില്ല, സപ്പോസ് നമ്മളെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കിട്ടത്തില്ല. ഹലോ അതെ, ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ഇത് കുറച്ച് വലിയ സാധനമാണ്. അത് നാളത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. നാളത്തേക്കോ? ഓക്കെ. എവിടെ നിൽക്കുന്നേ? ഇല്ല, എന്റെ ഇല്ല സാധനം. ഇവര് ശരിക്കും എന്തിനാ കോൾ ചെയ്യുന്നത് പറയുന്നത് ഇവര് നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഇവർ കോൾ ചെയ്യുന്നത്. ഇവർ കോൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒറ്റ ബെല്ലടിപ്പിക്കും. ഈ ബെല്ലിന് നമ്മൾ എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ റെസ്പോൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരു കാറിന് അടിച്ചിട്ട് ഈ സംഭവം നേരെ റിട്ടയർ അടിക്കാൻ വേണ്ടിയാണ് ഇവര് നമ്മളെ കോൾ ചെയ്യുന്നത്. ഹലോ, അതെ, ഡെലിവറി നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം അങ്ങനെയല്ലേ പറഞ്ഞേ? ഇതെവിടെ സ്ഥലം? കാഞ്ഞിരാണ് ഓഫീസ്. കാഞ്ഞിരം. അപ്പൊ നാളെ ഉണ്ടാവോ അതോ ഞങ്ങൾ വന്ന് എടുക്കണോ? നാളത്തേക്ക് ഞാൻ നോക്കട്ടെ. വണ്ടി ഇല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാലും മതി, ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ ശരി. ഇവര് കോൾ ചെയ്തിട്ട് നമ്മൾ ഒറ്റ ബെല്ലിൽ തന്നെ നമ്മൾ എടുക്കും. കാരണം നമ്മളിത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒറ്റ ബെല്ലിൽ തന്നെ എടുക്കും. ഒറ്റ ബെല്ലിൽ എടുത്ത് കഴിയുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഡെലിവറി ഇല്ല, നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇതാണ് അവർ പറയുന്നത്. വീണ്ടും രണ്ടാമത്തെ ദിവസം പിന്നെ അവർ കോൾ ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയും ഇന്ന് നമുക്ക് ഡെലിവറി ഉണ്ടാവില്ല, അടുത്ത ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇത് തന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ നേരെ അവരുടെ ഓഫീസിലോട്ട് ഞാൻ പോയി. ഞാൻ ഒരു ദിവസം ലീവ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഓഫീസിലോട്ട് പോയി. ഇത് എന്താണ് സംഭവം എന്ന് അറിയണമല്ല. കാരണം നമ്മളിങ്ങനെ ഓർഡറുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സംഭവമൊക്കെ ഇവിടെ വരുന്നുണ്ടെന്ന് ഉള്ളത് ഉറപ്പാണ്. കാരണം നമ്മുടെ ഫോണിൽ ഇത് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ വരുന്ന ഇവരെ ഹബിൽ വെച്ചിട്ട് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവരിങ്ങനെ ചുമ്മായിട്ട് നമ്മളിട്ട് കളിപ്പിക്കുന്നു, സംഭവം തിരിച്ചയക്കുന്നു. ഇതാണ് സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞു ഇത് സംഭവം ക്യാൻസൽ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് എന്താണ് ക്യാൻസൽ ആക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ക്യാൻസൽ ആക്കുന്നത് ചോദിച്ചാൽ പുള്ളി ആദ്യം എന്നോട് പറഞ്ഞ കാര്യം നിങ്ങൾ വിളിക്കുമ്പോൾ കോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് വിടും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് വേഗം ഇത് അവർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ വേഗം തന്നെ സിസ്റ്റത്തിൽ പോയിട്ട് സിസ്റ്റത്തിൽ ആ കോൾ ചെയ്ത റെക്കോർഡിങ് എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും റെക്കോർഡിങ് ആയിരിക്കും. സിസ്റ്റത്തിൽ ആ കോൾ ചെയ്തതിൻ്റെ ആ റെക്കോർഡിങ് അവൻ എടുത്തേക്കുക. അതെ, ഡെലിവറി നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ ആദ്യം പോയിട്ട് അവിടെ ഇരുന്നവനോട് ഈ സിസ്റ്റം നോക്കിയിട്ട് ഈ സംഭവം നമ്മൾ കോൾ എടുത്തില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം നോക്കിയവനോട് ചെക്ക് ചെയ്തവനോട് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്, നമ്മളിത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, വേറെ റൈസ് ചെയ്യുക. ഇവൻ പറയാണ് എന്നോടൊന്നും പറയണ്ട, അവിടെ പോയി കംപ്ലൈന്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ എണീറ്റ് ഓടി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ അപ്പുറത്തെ സിസ്റ്റത്തിന്റെ മുമ്പിൽ വേറെ ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുള്ളിയോട് ചോദിച്ചു ചേട്ടാ ഇത് എന്തിനാണ് ക്യാൻസൽ ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മൾ വിളിച്ചപ്പോ ഇവിടെ നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ നാളെ കൊണ്ടുതരുന്ന പറഞ്ഞപ്പോ ക്യാൻസൽ കളഞ്ഞാണ്. പിന്നെ ആര് പറഞ്ഞത് ആര് ക്യാൻസൽ നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ സാധനം ഒന്നും കൊണ്ടിരുന്നല്ലേ പറഞ്ഞത്. പിന്നെ ആരെ വിളിച്ചായിരുന്നു?
സംഭവം ശരിയാണ്. ഇവന്മാരുടെ ഈ ചെറിയ സാറന്മാരുടെ ഏതൊരു വലിയൊരു സാറുണ്ട്, ആ സാറിനോട് വേണം നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ സാറ് എപ്പ വരും എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആ ചെറിയ സാറ് പറയാണ് ആ സാറ് 2 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. ഞാൻ 10 മണിയായപ്പോഴാണ് അവിടെ ചെന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ 2 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആ സാറിനോട് ഇങ്ങനെ കെഞ്ചി ഇനി പറയണം എന്റെ ഡെലിവറി എപ്പോൾ എത്തിക്കും എന്ന് ഞാൻ ചോദിക്കണം. ഇങ്ങനെ കെഞ്ചി ഞാനോട് അപേക്ഷ വെച്ച് ഞാൻ ചോദിക്കണമായിരിക്കും. പലരും ഇപ്പൊ 2 ദിവസമായിട്ട് ഈ വീഡിയോസിനെ കമന്റ് ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി അവിടെ എന്താ മാനേജ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ തുടങ്ങിയിട്ടാണ് ഈ വക അലമ്പൊക്കെ തുടങ്ങിയേക്കണമെന്നാണ് പറയണേ. അപ്പൊ അവര് നിലവിൽ അവിടെ അവർക്ക് വണ്ടിയില്ല, ഒരു ഡെലിവറി ബോയ് ഉണ്ട് അവിടെ. ഞാൻ പറയുന്നില്ല ദൈവമേ. അപ്പൊ ആ സാറിന്, ആ ഡെലിവറി ചെയ്യാൻ വരുന്ന സാറിന് ഈ ഡെലിവറി ചെയ്യാൻ വരുന്ന ഈ സാറിനോട് ഞാൻ ആദ്യം കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഈ സാറ് എന്നെ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ സാറ് ഞാൻ ഈ 2ാമത്തെ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഈ സാറ് ഇടയിൽ കയറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ഈ സാറിനകത്ത് റോളിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് നിന്ന് ചെയ്യാൻ നിൽക്കുന്ന എന്തിനാണ്? ഞാൻ ആ പുള്ളി ഡയറക്റ്റായിട്ട് സംസാരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കയറി ഇരുന്ന് ഈ കൊണ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ചേട്ടാ അവിടെ അല്ല നിങ്ങൾ ഇപ്പൊ കൊറേ എത്ര ദിവസം വന്നാൽ തുടങ്ങിയിട്ട് ഞാനല്ല ധരിക്കുന്ന ആള്, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞങ്ങളൊന്ന് റിസീവ് ചെയ്യുന്ന വെക്കുന്നുള്ളൂ. അപ്പൊ ഈ ചെറിയ കുറച്ച് സാറന്മാരും ഈ വലിയ സാറന്മാരും ഇവിടെ ഈ വരുന്ന സാധനമൊക്കെ റിസീവ് ചെയ്ത് വെക്കത്തുള്ളൂ. അപ്പൊ ഇത്ര ദിവസമായിട്ട് വന്നെടുക്കുന്ന സാധനം നിങ്ങൾക്കൊന്ന് കൊണ്ടുത്തരാനുള്ള ഒരു മര്യാദ ഇല്ല. ഇത്രയും ലോഡോട് പെൻഡിങ് കിടക്കാണ്. ഒരു വണ്ടി ഈ വണ്ടി അല്ലാതെ കൊണ്ടുത്തരാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് വിളിച്ചൊന്ന് പറഞ്ഞൂടെ ഞങ്ങളുടെ അടുത്ത്? പറ്റൂല നമ്മളെ വിളിച്ചു പറയാം. ഇത്ര ഷിപ്മെന്റ് ഒറ്റ കൊണ്ട് വിളിക്കാൻ പറ്റും എല്ലാവരെയും. അപ്പൊ ഇവന്മാർക്ക് ജസ്റ്റ് അത് കൊണ്ടുത്തരാനും പറ്റത്തില്ല, വിളിച്ചു പറയാനും പറ്റത്തില്ല. ജസ്റ്റ് വെറുതെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയിരിക്കുന്ന ഒരു ഹബ്ബാണ് അത്. ഞാൻ പറയുന്നുണ്ട് എന്താ നിങ്ങളുടെ അതിനകത്ത് ഇവിടെ ഈ ഹബ്ബിലേക്ക് വരുന്ന എന്തൊക്കെ പ്രോഡക്റ്റ് വരുന്നുണ്ട്. അപ്പൊ അവന്മാരുടെ അടുത്തേക്ക് ഈ ഫ്ലിപ്കാർട്ടും മിന്ത്രയും വരുന്നുണ്ട് അവന്മാരുടെ അടുത്തേക്ക്, ബാക്കി ഒന്നും വരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ പിന്നെ ശരി ഞാൻ ബാക്കി അതിന് ആപ്ലിക്കേഷൻ കയറി ബുക്ക് ചെയ്തോളാം, അപ്പൊ പിന്നെ എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ലോ. അപ്പൊ എന്നാ ചെയ്തോ. ഒരു കസ്റ്റമർ പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്രശ്നമില്ല, കാരണം അടുത്ത ആൾ വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് നിങ്ങൾ ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന രീതിയിലാണ് അവരുടെ സംസാരം. നിങ്ങളിപ്പോ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ? അതാണ് മെയിൻ വരുന്നത്. ആമസോണൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. അതിനകത്ത് ഒരു ബുക്ക് ചെയ്തേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല. ഓക്കെ ഇങ്ങനെയാണെന്ന് കൊണ്ടുതരാൻ പറ്റത്തില്ല എന്നാണ് പറയാണ്. സംഭവം കൊണ്ടുതരാൻ പറ്റത്തില്ല എന്നാ തീർത്ത് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുതരാൻ പറ്റത്തില്ല, നിങ്ങൾ ഈ സാധനം പൂട്ടിപ്പോ. എന്തിനാണ് നമ്മളെ ഇങ്ങനെ വെറുതെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് കൊണ്ടുവരാൻ പറ്റില്ല? 2 പ്രാവശ്യം പറഞ്ഞു വീട് തുറക്കാൻ പറഞ്ഞു. ഞാൻ ചൂടാൻ സാധനം കിട്ടിയില്ല. നമുക്ക് എത്ര ദിവസം വന്നിട്ട് നമുക്ക് സാധനം ആവശ്യമുള്ള ഓർഡർ ചെയ്യണേ. അപ്പോഴേക്കും അവിടെ നിന്ന് ഇവന്റെ ഒരു പെങ്ങളൂട്ടി വന്നിട്ട് ഇവനെ മോനെ പോട്ടടാ ചേട്ടാ പോട്ടേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കൂട്ടിക്കൊണ്ട് പോവുക. അപ്പൊ ഈ പെങ്ങളൂട്ടി പിടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആങ്ങളെ എന്നെ കയറി കീറി കളഞ്ഞേനായിട്ടോ. അപ്പൊ ആ പെങ്ങളൂട്ടി പിടിച്ചായിരുന്നെ കൊണ്ടാണ് ഈ ആങ്ങളകത്തോട്ട് കയറി പോയത്, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോ മൂക്കിലെ കയറ്റി കളഞ്ഞേനെ. അപ്പൊ ഈ പെങ്ങളൂട്ടി ഈ ആങ്ങളേനെ കൊണ്ടുപോയപ്പോഴേക്കും അവിടെ സൈലന്റ് ആയി. പെങ്ങളൂട്ടി ലോഗൗട്ട് ആയിപ്പോണ്. കാരണം പെങ്ങളൂട്ടി വീഡിയോ ഒരെണ്ണം അപ്ലോഡ് ചെയ്തപ്പോ തന്നെ മര്യാദയ്ക്ക് വീഡിയോ ഡിലീറ്റ് ആയി കളഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മെസ്സേജ് കിട്ടുന്നുണ്ട്. ഭീഷണി മുടക്കിക്കൊണ്ടുള്ള മെസ്സേജൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പെങ്ങളൂട്ടിയുടെ വക. അത് എന്തിനാ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ ചേട്ടൻ എന്തിനാണ് ഇവിടെ വന്ന് ഞങ്ങളോട് ചൂടാവുന്നത്? ഞങ്ങളോട് നമ്മൾ ഈ സാധനം ബുക്ക് ചെയ്തിട്ട് 2 ആഴ്ചയായിട്ട് ഇവിടെ ഈ സാധനം വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളിത് പറ്റത്തില്ല, ഇത് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോഴേക്കും ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. കംപ്ലീറ്റ് ആ സംസാരിച്ചതിന് ഉൾപ്പെടെ ലോക ഉഡായിപ്പാണ് അവന്റെ വർത്താനം കേട്ടാൽ തന്നെ അറിയാം. ഇത് ചെയ്യാനിരിക്കുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ ഒരു എന്താ പറയാ ഒരു മനസ്സാക്ഷി വേണം. കാരണം നമ്മളിത് ബുക്ക് ചെയ്തിട്ട് ഇത് നമ്മുടെ വീട്ടിലേക്കൊക്കെ വിമാരൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു കാരണം വെച്ചാൽ നമ്മൾ ഇത് ഒരിക്കലും ഇതുപോലെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു സംഭവം ഇത് നമുക്കിത് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മുടെ അടുത്ത് അങ്ങ് കയറി അങ്ങ് റൈസ് ആവുക. നമ്മൾ അത്രയും എന്നിട്ട് ഇത് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഞാൻ എൻ്റെ കാര്യം നോക്കി പോവുകയാണ്. എനിക്ക് സംഭവം ഞാൻ എടുക്കാൻ ചെന്നു, എനിക്ക് കിട്ടിയില്ല. എനിക്ക് അതിൻ്റെ മനവിഷമത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടുന്നത്. ഇത് ഇവിടെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ അടുത്ത് പറഞ്ഞിട്ടും ഇവന്മാരെ എന്നെയും ചീത്ത പറഞ്ഞിട്ട് ആ ചീത്തയും പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങി പോരുകയാണ്. എന്നിട്ട് ഇവൻ എന്റെ പിന്നാലെ വന്നിട്ട് പിന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. വണ്ടി വരാമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ആൾക്കാരെ വെക്കണം, അല്ലാണ്ട് ഈ സാധനം കൂട്ടി പോകുന്നത്. നീ പോറ കാണുന്നത് നീ കുറെ നേരം
എനിക്ക് അത് റോളിലാണെന്നുണ്ടെങ്കിൽ നീ മിണ്ടാണ്ടിരിക്കല്ല. എനിക്ക് അത് റോളിലാണെന്നുണ്ടെങ്കിൽ നീ മിണ്ടാണ്ടിരിക്കല്ല. സാധനം ഒന്നര കൊണ്ടുവരാൻ മര്യാദ. ചങ്ങായിമാരെ, നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഡെലിവറി നല്ല രീതിയിൽ കിട്ടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ഹബ്ബിലേക്ക് ആയിട്ട് നിങ്ങൾ സാധനം ബുക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ സാധനം വീട്ടിലേക്ക് എത്തില്ല. ഇവന്മാരെ ചുമ്മാ അതുപോലെ ഉടായ്പ കളിച്ചിട്ട് സംഭവം റിട്ടേൺ ആക്കി. എല്ലാവരും ശ്രദ്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലങ്ങളിലൊക്കെ ഡെലിവറി കിട്ടും. കാരണം ഫുള്ള് ഉടായ്പാണ് ഈ ഒരു ഏരിയയിൽ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.